കയ്യിലൊരു ബീർ ബോട്ടിലുണ്ട്. സാൻസിറോയ്ക്കടുത്ത് കാസിനോ ബാർ ബെഞ്ചുകളിൽ പലരും അങ്ങനെ ഇരിക്കുന്നുണ്ട്. മുഖത്തോട് മുഖം പലപ്പോഴും നോട്ടമുരസി പോകുന്നുണ്ടെങ്കിൽ പോലും പല്ല് കാണിക്കാത്തൊരു ചിരി കൊണ്ട് മാത്രമായിരുന്നു എല്ലാവരും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. സാൻസിറോയുടെയും നെപ്പോളിയുടെയും പിസ തെരുവുകളിൽ വല്ലാതെ നിശബ്ദത ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തിന് മറഡോണ സ്ട്രീറ്റിൽ പോലും. അത് ബാജിയിലൂടെ കണ്ടു തുടങ്ങിയ പ്രണയം. ഓളോമാഡിനി, കനവാരോ, പിർലോ, ടോട്ടി, ബുഫൻ തുടങ്ങിയവരുടെ ആനന്ദിച്ച ലഹരി, കാണികളെ ത്രസിപ്പിച്ച മാസ്മരികത, ലോകം ഭയക്കുന്ന അസൂരിപ്പട. അത് ഇറ്റലി. ഞാനിങ്ങനെ വല്ലാത്തൊരു ചിന്തയിലായിരുന്നു ഇറ്റലിയെക്കുറിച്ച്. കേരളം മുതൽ അമേരിക്കയിലെ തെരുവുകൾ വരെ കാൽപന്ത് കളിയുടെ മഹാവേദിയിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആഘോഷിക്കപ്പെടുകയാണ്. ലോക ഫുട്ബോളിൽ കളി കൊണ്ടും ഇതിഹാസങ്ങൾ കൊണ്ടും കിരീടങ്ങൾ കൊണ്ടും സമ്പന്നമായ ഫേവറേറ്റുകൾ. പക്ഷേ ഇന്നോളം പിറന്ന ആ ചരിത്രങ്ങൾക്കും ആയുസുകൾക്കും പോലും നാണക്കേടിൻ്റെ ഈ കഥ കേൾക്കുമ്പോൾ തലകാഴ്ച നിൽക്കേണ്ടി വരും. ഒരു സുവർണ്ണ കാലഘട്ടം അവസാനിച്ച 2006 വേൾഡ് കപ്പിനും അപ്പുറം 2010 അങ്ങ് സൗത്ത് ആഫ്രിക്കയിൽ എലീസ് പാർക്കിൽ സ്ലോവാക്യയുമായി പരാജയപ്പെട്ട് ഗ്രൂപ്പ് സ്റ്റേജിൽ അവസാനിപ്പിക്കുന്ന യാത്ര ഇറ്റലിയുടെ ഇന്നോളമുള്ള ബ്രഹ്മാണ്ഡ ചരിത്രത്തിൻ്റെ കൂടി അവസാനമായിരുന്നുവെന്ന് ഞാൻ ഓർത്തിരുന്നില്ല. ശേഷം വന്ന 3 വേൾഡ് കപ്പിലേക്കും എന്തിന് ഇന്ന് ആഘോഷിക്കുന്ന ഈ മണ്ണിലേക്ക് പോലും പിന്നീട് ഒരു തിരിച്ചുവരവ് ഇറ്റലിക്ക് ഉണ്ടായിരുന്നില്ല. ബാജിയോ, മാൾഡിനി, ഒടുക്കം ബുഫണിൽ അവസാനിക്കുന്ന ഒരു ഗാങ്സ്റ്റർ യുഗത്തെ ഓർത്തുകൊണ്ട് ഇന്നും അവരുടെ ആരാധകരുടെ ഹൃദയം വല്ലാതെ തകർന്നുണ്ടാകും. നമ്മൾക്കൊരു പക്ഷേ ഇന്ത്യ പങ്കെടുക്കുന്നില്ല എന്ന് പോലും ആശ്വസിക്കാം, ശീലമായതുമാണ്. എന്നാൽ ഫുട്ബോൾ ലോകത്തിലെ രാജാക്കന്മാരെ വാഴ്ന്നിരുന്ന 4 വേൾഡ് കപ്പുകൾ സ്വന്തമാക്കിയ സ്വർഗീയ യാത്രകൾ, താരനിബിഡമായ കാലഘട്ടം എല്ലാം ഉള്ളിലൊതുക്കി അങ്ങനെ ലോകം ആഘോഷിക്കപ്പെടുമ്പോൾ ഇറ്റലിയൻ തെരുവുകളിൽ തലകുനിച്ച് പലരും നിൽക്കുന്നുണ്ടാകണം. അത് അവരുടെ ഇതിഹാസങ്ങളുടെ വരെ ഹൃദയത്തെ കീറിമുറിക്കാൻ പോകുന്ന കാഴ്ചയായിരിക്കും. ഈ തലമുറയിലും ഇറ്റലിയിൽ ഒരുപാട് കളിക്കാർ പിറവി കൊണ്ടു. ഇതിഹാസ തുല്യമായ പേരുകൾക്കിടയിൽ നിന്നും ഇന്നും 2021 യൂറോ കപ്പ് ഉയർത്തിയത് മാത്രമായിരുന്നു ആ നീറ്റലുകളിൽ മരുന്നായി മാറിയത്. പക്ഷേ ഇന്നോളം ലോകം ദർശിച്ച ഇറ്റലി അപ്പോഴേക്കും തീർന്നു കഴിഞ്ഞിരുന്നു. പിന്നീട് ഒരു ഈർപ്പിനോ തിരിച്ചുവരവിനോ അസൂരികൾ അവർക്ക് വേണ്ടി പുനർജനിച്ചില്ല. അത് നെപ്പോളിയുടെ തെരുവുകളിൽ ബീർ ബോട്ടിലുകൾ മാത്രം തീർന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകണം. പരസ്പരം സംസാരിക്കാൻ കഴിയാതെ ഫുട്ബോളിനെ ജീവനോളം സ്നേഹിച്ച, ഇന്നോളം ജീവിതമായി കണ്ട ഒരു ജനത മുഴുവൻ ലോകം ആഘോഷിക്കുമ്പോഴും ആനന്ദിക്കുമ്പോഴും രാജീക വാഴ്ചയുടെ വിജയപേരിയുടെ കഥകൾ ആലോചിച്ച് അയവർത്തുകൊണ്ട് സ്വയം പഴിച്ച് വിധിയോട് കലഹിച്ച് നിൽക്കുന്നുണ്ടാകണം.